ഈ പെരുന്നെല്ലി റെജീന, അതേമാതിരി തന്നെ ശ്രീമതി ലത വേണുഗോപാല്, ഇവരുടെ ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ചാൽ ഇവര് മൂന്നാളും LDFന്റെ ചട്ടകങ്ങളാണ്. LDFന്റെ ചട്ടകങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും ഉപകാരപ്രദമായ ഒരു ഗ്രൗണ്ട് വരേണ്ട സ്ഥലത്ത് കൊടുത്തിട്ട് വേസ്റ്റ് ഇടുക, MCF കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദ്രോഹകരമായ നടപടിയാണ്. ഇതില് ഇവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉപകാരങ്ങൾ 5 വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇവർ ചെയ്യാറില്ല. അത് പോട്ടെ, ഉപദ്രവിക്കല്ലേ ജനങ്ങളെ വന്നിട്ട്. നമ്മുടെ പാവട്ടി പഞ്ചായത്തിന്റെ ഒരു റോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് ഇവർക്ക് നല്ലതായി കാണിച്ചു തരാൻ പറ്റുമോ? ഒരു റോഡും പാവട്ടി പഞ്ചായത്തിന്റെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു റോഡ് ഇട്ടാ, ഏതെങ്കിലും ഒരു വാർഡിലെ ഒരു റോഡ്, ഇത്രയും 15 വാർഡ്, ഇനിയിപ്പോ 16 വാർഡായി മാറുന്നു. ഈ 15 വാർഡിലെ ഏതെങ്കിലും ഒരു റോഡ് നല്ല റോഡ് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന പ്രൊജക്ടുകളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നല്ല രീതിക്കാണെന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇത് ഒരു പ്രൊജക്ട് 5 വർഷമായിട്ട് പാവട്ടി പഞ്ചായത്തിൽ ഒരു പ്രൊജക്ട് ഇവർ കൊടുത്തിട്ടില്ല. എന്തെങ്കിലും പ്രൊജക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് കാണിച്ചു തന്നെ. പഞ്ചായത്തിന്റെ ലെവലിൽ ഏതെങ്കിലും 5 വർഷമായിട്ട് എന്തെങ്കിലും നല്ലൊരു പ്രൊജക്ട്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രൊജക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കാണിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ MCFന് വേണ്ടിയുള്ള 13 സെന്റ് സ്ഥലം അവിടെയാണല്ലോ, ആ അറ്റത്താണുള്ളത്. ആ അറ്റത്തെ സ്ഥലം മാറ്റിയിട്ട് ഇവരിതാ ഇത്രയും ഗ്രൗണ്ടിന്റെ ഏറ്റവും പരമപ്രധാനമായ ഏരിയയിലാണ് ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ പരമപ്രധാനമായ ഏരിയയിൽ കൊടുന്നു വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ കണ്ടാണ്. നമ്മളെ കോട്ടപ്പടിയൊക്കെ ഉണ്ടായിരുന്നാണ് നമുക്ക്. ഈ കോട്ടപ്പടിയിലൊക്കെ എന്തായി? കോട്ടപ്പടി ഗ്രൗണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറെ മാലിന്യങ്ങൾ കൊടുത്തിട്ട് പിന്നെയും ഗ്രൗണ്ട് ആക്കി പിള്ളേര് കുറെ കളിച്ചു, പിള്ളേർക്ക് കുറെ അസുഖങ്ങളൊക്കെ വന്നു. അതേമാതിരി ഇവിടുത്തെ പിള്ളേർ ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കാനാണോ ഇവരുടെ കാര്യങ്ങള്? ഞങ്ങൾ അതിന് സമ്മതിക്കില്ല.